വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ വഴികളിൽ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണം. ഗസയിലേക്ക് സഹായവുമായി വന്ന മാഡ്ലിൻ ഗസയുടെ 160 കിലോമീറ്റർ അകലെ വെച്ച് ഇസ്രായേൽ സേന കസ്റ്റഡിയിലെടുത്തു. ഈ കപ്പലിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ആക്ടിവിസ്റ്റായ ഗ്രേറ്റ തുംബർഗ് ആയിരുന്നു. ഗ്രേറ്റ തുംബർഗ് ഗസയിലേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇളക്കമായിരുന്നു. ഇസ്രായേലിന്റെ ഗസൻ ഉപരോധം തകർക്കാൻ ഗ്രേറ്റ തുംബർഗ് വരുന്നുവെന്നായിരുന്നു വലിയ വാർത്തകൾ. അത് വല്ലാത്ത ഓളം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലും പല ദേശീയ അന്തർദേശീയ വാർത്താ മാധ്യമങ്ങളിലും. സ്വീഡനിൽ ജനിച്ച ഗ്രേറ്റ തുംബർഗ് ലോകശ്രദ്ധ നേടുന്നത് ക്ലൈമറ്റ് മാറ്റത്തിനായി ഉടൻ നടപടികൾ സ്വീകരിക്കാൻ ലോക നേതാക്കളെ വെല്ലുവിളിച്ചതിലൂടെയാണ്. 2018 15 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് ആരംഭിച്ചത് അവരുടെ പ്രധാന പ്രവൃത്തിയായി വിലയിരുത്തപ്പെടുന്നു. 2019 ടൈം മാഗസിനിൽ ഇവരെ ടൈം പേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പറയുന്നത് ഗ്രേറ്റ തുംബർഗും അവരുടെ ടീമിനെയും അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ വെച്ച് ഇസ്രായേൽ സേന തടയുകയും ഇസ്രായേലിലേക്ക് ബന്ദികളായി കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നുവെന്നാണ്. ലോകത്തെ തന്നെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഇസ്രായേലിന് എന്ത് ഗ്രേറ്റ തുംബർഗ്? ഏത് ക്രൂരതയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കയും അവരുടെ കൂടെയുണ്ട്. ഡൊണാൾഡ് ട്രംപ് സൗദിയിലും UAE-യിലും ഖത്തറിലുമൊക്കെ വന്ന് കോടികളുമായി പോയപ്പോഴും സ്വന്തമായി ഒരു വിമാനം സ്വന്തമാക്കാൻ കഴിവില്ലാതിരുന്ന ട്രംപിന് ഒരു വിമാനം സമ്മാനിച്ചപ്പോഴും അവർ ഓർത്തു കാണില്ല മറ്റേ കൈകൊണ്ട് ഇവയെല്ലാം ട്രംപ് ഇസ്രായേലിന് നൽകുമെന്ന്. അറബികളോടുള്ള നന്ദി സൂചകമായിട്ടായിരിക്കണം 2 ദിവസം മുമ്പ് സഭയിൽ ഇസ്രായേലിനെതിരെ വന്ന പ്രമേയം ട്രംപ് വീറ്റോ ചെയ്തത്. അറബികളുടെ പണം കൊണ്ട് തന്നെ ഫലസ്തീൻ നാമാവിശേഷമാകട്ടെ എന്ന് ട്രംപ് കരുതി കാണുന്നു. ഫ്രീഡം ഫ്ലോട്ടില കൊളീഷൻ തുടക്കം കുറിച്ച മെഡ്ലിൻ കപ്പൽ ഗസയിൽ നിന്നും 160 കിലോമീറ്റർ അകലെ വെച്ച് ഇസ്രായേൽ സേന പിടിച്ചെടുത്ത് അതും അതിലെ യാത്രക്കാരെയും ബന്ദികളാക്കി ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കപ്പലിലുണ്ടായിരുന്നത് ഉപരോധം കൊണ്ട് ജീവശവങ്ങളായ മനുഷ്യർക്കുള്ള മരുന്നുകളും മറ്റു സഹായ വസ്തുക്കളും മാത്രമായിരുന്നു. അതുപോലും നൽകാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ കപ്പലിനെയും കപ്പലിന്റെ യാത്രക്കാരെയും തടവുകാരികളാക്കി കൊണ്ടുപോയത്. 1 മാസം മുമ്പാണ് ഗസയിലേക്ക് സഹായവുമായി വന്ന മറ്റൊരു കപ്പൽ ഇസ്രായേൽ ഡ്രോണുകൾ കത്തിച്ചു കളഞ്ഞ് തകർത്തത്. അത് കഴിഞ്ഞ് 1 മാസം പൂർത്തിയാകുമ്പോഴാണ് ജൂൺ 1 കാലാവസ്ഥ ആക്ടിവിസ്റ്റായ ഗ്രേറ്റ തുംബർഗും 11 പേരുമായി മാഡ്ലിൻ എന്ന കപ്പലിൽ ഗസയിലേക്ക് പുറപ്പെടുന്നത്. ഗസയുടെ അടുക്കാരായ ഫ്രീഡം ഫ്ലോട്ടില ടീമിനെ ഇസ്രായേൽ ഫോഴ്സിന്റെ കപ്പലുകൾ വളയുകയും മാഡ്ലിന് മുകളിൽ ചില ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുകയും അവയിൽ നിന്നും എന്തോ രാസവസ്തുക്കൾ കപ്പലിലേക്ക് വിതറുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് കപ്പലിലുള്ളവർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും കാഴ്ചക്ക് മങ്ങലേൽക്കുകയും ചെയ്തപ്പോൾ അതിലേക്ക് ഇസ്രായേലി കമാൻഡോകൾ അതിക്രമിച്ചു കയറുകയും അവരെ ബന്ദികളാക്കുകയും അവരെ ഇസ്രായേൽ തുറമുഖത്തേക്ക് കപ്പലടക്കം കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കപ്പലുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഗസ ഫ്രീഡം ഫ്ലോട്ടിലെ ഇസ്രായേൽ സേന തടഞ്ഞു വെച്ചതിൽ ഓസ്ട്രേലിയയിലെ ജൂത കൌൺസിൽ കടുത്ത ആശങ്കയിലാണ്. കപ്പലിന്റെ മോചനത്തിനും ജീവനക്കാരുടെ സുരക്ഷയ്ക്കും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഉടനടി ഇടപെടണമെന്ന് കൌൺസിലിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ സാറ ഷോർട്സ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നവരെ കൊന്ന ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. ഇസ്രായേലിനെ വിശ്വസിക്കാനാവില്ലെന്നും സാറ ഷോർട്സ് പറഞ്ഞു. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെ പാശ്ചാത്യ ഗവൺമെന്റുകളുടെ തുടർച്ചയായ മൗനത്തെ സാറ ഷോർട്സ് ശക്തമായി അപലപിച്ചു. ഗസയിൽ അർത്ഥപൂർണമായ മാനുഷിക ഇടപെടലുകൾ ഉണ്ടായിട്ട് മാസങ്ങളായെന്നും അവിടെ ഗസൻ ജനത മൈനത്തോട് മല്ലടിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു.